രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ 8 പേർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകില്ലെന്ന് ഫൈസാബാദിലെ അഭിഭാഷകരുടെ കൂട്ടായ്മ. ഇവർ ഏകകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായി, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർക്ക് അയോധ്യ വിട്ടു പോകണമെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പോയില്ലെങ്കിൽ നഗരം മുഴുവൻ ഉപരോധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഭക്തരുടെ സംഭാവനകൾ തട്ടിയെടുത്തുവെന്നാരോപിച്ച് പ്രതിഷേധമുയർത്തുന്നതിനിടയിലാണ് അസോസിയേഷന്റെ ജനറൽ ബോഡി പ്രമേയം പാസാക്കിയത്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ ഈ പ്രതികൾക്കായി അല്ലെങ്കിൽ അറസ്റ്റിലായവർക്കായി അഭിഭാഷകർ ഹാജരാകില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? അനുശ്രീ, വളരെ ശക്തമായ ഒരു നടപടിയിലേക്കാണ് ഫൈസാബാദ് ബാർ അസോസിയേഷൻ പോയിട്ടുള്ളത്. ഈ 8 പ്രതികൾക്ക് വേണ്ടിയും കോടതിയിൽ കേസ് വാദിക്കേണ്ടതില്ല എന്ന പ്രമേയം ഐകകണ്ഠേന പാസ്സാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രമേയം പാസ്സാക്കിയത്. അഭിഭാഷകർ ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. കാരണം സുപ്രീം കോടതിയുടെയൊക്കെ തന്നെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന തരത്തിൽ, അതായത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നാലും ഒരുപക്ഷെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള അവസരമുണ്ടാകണം. അതുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകരുത് എന്ന സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ വലിയ പിന്തുണ അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട് വിശ്വാസമർപ്പിക്കുന്ന ആളുകളുടെ അങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഈ തീരുമാനത്തിനുണ്ട് എന്നത് പ്രത്യേകമായി എടുത്തു കാണണം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ഒരു നടപടി, ഒരു നീക്കം എന്നതിനെ ആളുകൾ ശ്ലാഘിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇതിൽ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായി, അദ്ദേഹത്തിന് നമുക്കറിയാം ഹൈന്ദവ സംഘടനാ നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾ ആണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 66 കിലോ വെള്ളിക്കെട്ടുകളടക്കം പണം ഉൾപ്പെടെ അവിടെ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു എന്ന വിവരമാണ്. മാത്രമല്ല, ഇതിലൊരു പ്രതിയുടെ ഡ്രൈവറിന് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടിയതാണ് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനവുമായി ബാർ അസോസിയേഷൻ പോകുന്നു. മാത്രമല്ല, ഇവർ അയോധ്യ വിട്ടുപോകണം എന്ന ഒരു ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്ന നിലയ്ക്കുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിലെത്തിയ മറ്റൊരു ഹർജിയുണ്ട്. ഇത് CBI അന്വേഷണത്തിന് വിടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി. പക്ഷേ അത് അടിയന്തര സാഹചര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ കേസ് CBIക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിഗണന അർഹിക്കുന്നില്ല എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചതാകട്ടെ, ഇപ്പോൾ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവിടെ FIR രജിസ്റ്റർ ചെയ്തില്ല. ആ തരത്തിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പ്രതികളെ രക്ഷിക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. ഏതായിരുന്നാലും ഇതിൽ വൈകാതെ തന്നെ ഹർജിയിൽ തീർപ്പുണ്ടാകും. ഒരുപക്ഷെ CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരികയും ചെയ്യും. അനുശ്രീ, ശരി. വി വിനോദാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.